കേരള സർവകലാശാല രജിസ്ട്രാറെ VC സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഡോക്ടർ സിസ തോമസ് ഇപ്പോൾ താൽക്കാലിക VC ചുമതല നൽകിയിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതലയാണ് നൽകിയിരിക്കുന്നത്. നിലവിലെ VC മോഹൻ കുന്നുമ്മലിൻ്റെ വിദേശയാത്ര കഴിയുന്നതുവരെയാണ് ഈ ചുമതല നൽകിയിരിക്കുന്നത്. പ്രജിത്ത് മോഹനൻ തുടരുകയാണ്. പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സിസ തോമസിന് ഈ ചുമതല നൽകുമ്പോൾ രാഷ്ട്രീയമായി വലിയ ഒരു ആകാംക്ഷയ്ക്കാണ് കളമൊരുങ്ങുന്നത്. മോഹൻ കുന്നുമ്മൽ വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ റഷ്യയിലേക്ക് അദ്ദേഹം പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ ഒരു സാഹചര്യത്തിലൂടെ കേരളം കടന്നു പോവുകയാണ്. രാഷ്ട്രീയ കേരളം അതുകൊണ്ട് തന്നെ വളരെ ആകാംക്ഷയോടെയാണ് തുടർ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. ഇനി ഗവർണറുടെ നീക്കം, ഒപ്പം തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ കേരള സർവകലാശാല ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇത്തരത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അദ്ദേഹത്തെ ആ ഒരു സ്ഥാനത്തിന് നീക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള ഒരു ധാർഷ്ട്യം നിറഞ്ഞ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ വൈസ് ചാൻസലർമാരടക്കം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. VCക്ക് കൃത്യമായ രീതിയിലുള്ള അധികാരമുണ്ട്, നിയമ നടപടികളുമായി പോകാനുള്ള അധികാരമുണ്ട്. ആ ഒരു ചുമതലയാണ്, ആ ഒരു അവകാശമാണ് VC മോഹൻ കുന്നുമ്മൽ സ്വീകരിച്ചിരുന്നത്. പക്ഷേ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് രജിസ്ട്രാർ പറയുന്നത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് SFIയും DYFIയും അടക്കം ഇതിനെ പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ള ഒരു സാഹചര്യവുമുണ്ട് അല്ലേ? അല്പസമയത്തിനുള്ളിൽ ഈ വിഷയത്തിൽ രാജ്ഭവനിലേക്ക് SFIയുടെ ഒരു പ്രതിഷേധ മാർച്ചുണ്ട്. പക്ഷേ നമ്മൾ ഈ നിയമപരമായി നേരിടുമെന്നുള്ളതല്ല സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഒരു നിലപാട് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. കാരണം രജിസ്ട്രാർ പറഞ്ഞത് നിയമപരമായി നോക്കാമെന്ന് രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത് നാളെ മുതൽ രജിസ്ട്രാർ യൂണിവേഴ്സിറ്റിയിലെ ഓഫീസിലെത്തും, രജിസ്ട്രാർ എന്ന നിലയിലുള്ള തൻ്റെ ജോലികൾ നിർവഹിക്കുമെന്നുള്ളതാണ്. നിയമപരമായി അത് എങ്ങനെ സാധ്യമാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയക്കുഴപ്പം എന്ന് പറയുന്നത്. ഒന്ന്, രജിസ്ട്രാറിനെ പൂർണ്ണമായും ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കുകയോ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി പൂർത്തിയാകുകയോ ചെയ്തിട്ടില്ല. ഇത് ആദ്യഘട്ടത്തിൽ അന്വേഷണ വിധേയമായിട്ടാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. തുടർച്ചയായ റിപ്പോർട്ടുകൾ തേടുന്നു. ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ VC തൻ്റെ അധികാരം ഉപയോഗിച്ച്, തൻ്റെ നിർവചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നു. തൽക്കാലം ഈ പറയുന്ന രജിസ്ട്രാറെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ പരിഗണിച്ച് സസ്പെൻഷനിൽ നിർത്തുകയും തുടർ എൻക്വയറി നടക്കുകയും ചെയ്യട്ടെ എന്നുള്ളതാണ് VC സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതായത് നടപടി പൂർണ്ണമായിട്ടില്ല, ഇപ്പോഴുള്ളതൊരു പ്രാഥമികമായിട്ടുള്ള സസ്പെൻഷനാണ്. ഇനി അന്വേഷണം നടന്ന് ആ അന്വേഷണ റിപ്പോർട്ട് സിൻഡിക്കേറ്റിന്റെ മുന്നിലെത്തി സിൻഡിക്കേറ്റ് ആ റിപ്പോർട്ട് അംഗീകരിക്കുമ്പോഴാണ് അതിന്റെ പരമമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുക. ആ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളത് നമ്മൾ നോക്കണം. അതുകൊണ്ട് തന്നെ നിലവിലുള്ള VCയുടെ ദൈനംദിന കാര്യങ്ങൾ, യൂണിവേഴ്സിറ്റിയുടെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ VCയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം പുറത്തിറക്കുന്ന ഉത്തരവിൽ തന്നെ യൂണിവേഴ്സിറ്റി നിയമങ്ങൾ പ്രകാരമുള്ള വിവിധ സെക്ഷനുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇതിൽ ഏത് സെക്ഷൻ ഉപയോഗിച്ചാണ് നടപടി സ്വീകരിച്ചെന്നടക്കം വ്യക്തമാക്കിയിട്ടാണ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഒരു തുടർ നടപടിക്രമങ്ങളുടെ ഭാഗമായി KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ രജിസ്ട്രാർ നാളെ യൂണിവേഴ്സിറ്റിയിലെത്തി ആ കസേരയിരുന്ന് തൻ്റെ ജോലി ചെയ്യുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം സസ്പെൻഷൻ ചെയ്തു, ഇനി തുടർ നടപടികൾ, അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിന് ശേഷമാണ് അവസാനത്തെ ഉത്തരവ് വരുന്നത്. ഈ അന്വേഷണം നടക്കുമ്പോൾ ആ അധികാര സ്ഥാനത്ത് രജിസ്ട്രാർക്ക് വന്നിരിക്കാൻ നിയമപരമായി കഴിയുമോ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യം. അത്തരം ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അങ്ങനെയുള്ള ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ രജിസ്ട്രാറെ പിന്തുണയ്ക്കും, അദ്ദേഹം നാളെ ആ കസേരയിൽ വന്നിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നിയമപരമായി ഇതിന് എത്രത്തോളം സാധ്യതയുണ്ട്? എന്തിന് രജിസ്ട്രാറെ സംരക്ഷിക്കുന്ന ഒരു സമീപനം, രാഷ്ട്രീയ സമീപനം ഇടത് അംഗങ്ങൾ സ്വീകരിക്കുന്നു എന്നത് ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. അവിടെയാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. മുൻ വൈസ് ചാൻസലർമാരടക്കം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. VCക്ക് കൃത്യമായ രീതിയിൽ അധികാരമുണ്ട് രജിസ്ട്രാർക്കെതിരെ അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതിനെ നിയമപരമായി എത്ര തന്നെ ചോദ്യം ചെയ്താലും അതിനെ സാധുതയില്ല എന്നാണ് അവർ ഒരേ സ്വരത്തിൽ വ്യക്തമാക്കുന്ന കാര്യം. പിന്നെ എന്തിന് രജിസ്ട്രാർ ഇത്തരത്തിലുള്ള പിടിവാശിയുമായി മുന്നോട്ട് പോകുന്നു? എന്തിന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നു? എന്തിന് SFI പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമാകുന്ന ചോദ്യം. ഏതായാലും രാഷ്ട്രീയമായിട്ടുള്ള വലിയ ആകാംക്ഷ നിറഞ്ഞ ദിവസങ്ങളിലേക്ക്, മുഹൂർത്തങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നത് ശ്രദ്ധേയമാണ്.